ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്നെ കണ്ടതറിയാം, ഞാനിപ്പോൾ എഴുന്നേറ്റ് വന്നതേ ഉള്ളൂ. ഇന്ന് എനിക്ക് ഓഫ് ഡേ ആണ് കേട്ടോ. ഓഫ് ഡേ ആയതുകൊണ്ട് തന്നെ കുറച്ചധികം സമയം ഉറങ്ങിയിട്ടുണ്ട്. ഉറങ്ങി എഴുന്നേറ്റ് നോക്കുമ്പോൾ മുകളിൽ തോലുണ്ട്. അപ്പോൾ ഇന്ന് കുറേ പരിപാടികളുണ്ട് കേട്ടോ. പിന്നെ നമുക്കൊന്ന് മാമാനത്തെല്ലാം പോകണം. കുറേ വിചാരിക്കുന്നു പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നെന്തായാലും പോകണം. അമ്മക്കപ്പോൾ ഡ്യൂട്ടിയാണ്. അമ്മ കുറച്ച് സമയമേ ഉള്ളൂ, ഫീൽഡിലാണ്. അപ്പോൾ അമ്മേനെ കൊണ്ടുവിട്ടിട്ട് കൂട്ടാൻ പോകണം. എന്നിട്ട് അമ്മ വന്നിട്ടാകുമ്പോൾ ഒന്നിച്ച് പോകണം കേട്ടോ. അപ്പോൾ കുറേ ആൾ വിചാരിക്കുന്നു പോകണമെന്ന്. ഇന്ന് ഓഫ് ഡേ ആയതുകൊണ്ട് തന്നെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളെല്ലാം തീർക്കാനുണ്ട്. അപ്പോൾ ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞാൽ എനിക്ക് പുറത്ത് വന്നിട്ട് ഇങ്ങനെ നടക്കലെല്ലാം എപ്പോൾ ഉള്ളത് തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് എന്നത്തെയും പോലെ തന്നെ ചെയ്യുന്നുണ്ട്. ലീവുള്ള ദിവസമേ പറ്റുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് 6:30 6:30 പോവണം ഡ്യൂട്ടിക്ക്. മോർണിംഗ് ഡ്യൂട്ടി ആണെങ്കിൽ ആ സമയത്ത് പോകണം. അപ്പോൾ ഒന്നും നടക്കുകയൊന്നും ചെയ്യില്ല. അപ്പോൾ ഇങ്ങനെ ഒന്ന് ചുറ്റിക്കറങ്ങാം. അമ്മമ്മ ഉണ്ടിട്ടാടെ അമ്മനെ കാണിച്ചു തരും. അമ്മമ്മ ചായ കുടിച്ചു പോളെ. എന്നാന്ന് ദോശയാ? അപ്പോൾ ഞാൻ അമ്മേനെ കൊണ്ടാക്കിയിട്ട് വരട്ടെ. ഹായ്, എനിക്ക് കടവിന് സ്കോഡ് വർക്ക് ഉണ്ട്, അതിന് പോന്നെയാന്ന്. പോയി വന്നിട്ട് കാണാം. ഓക്കെ, പോയി വന്നിട്ട് നമുക്ക് മാമാനത്ത് പോകണം. ആ ആയിക്കോട്ടെ. ഒരു 12 മണിയാകുമ്പോഴേക്ക് എത്തും. അങ്ങനെ ഞാൻ അമ്മമ്മയും കൂടിയിട്ട് തോട്ടിൽ പോക്കാന്ന് കേട്ടാ. ഞാൻ ബാഗെല്ലാം സോപ്പ് വെള്ളത്ത് പുതിർത്തിട്ടുണ്ട്. അമ്മമ്മേൻ്റെ എന്തോ മുണ്ടലക്കണം പോലും ഞാൻ അലക്കിത്തരാന്ന്. നല്ല നല്ല വെയിറ്റ് സോപ്പ് വെള്ളം ഉള്ളതുകൊണ്ട്. അമ്മമ്മ നോക്കണേ, ചെവി കേൾക്കൂല, അതാണ് അമ്മമ്മേൻ്റെ ഒരിത്. ഒച്ചത്ത് പറയണം. അപ്പോൾ നമ്മൾ തോട്ടിലെത്തിയിട്ട് കാണിക്കേ. അങ്ങനെ നമ്മൾ ആ തോട്ടിലെത്തിയേട്ടാ. നല്ല തെളിഞ്ഞ വെള്ളമാണ് ഒഴുകിപ്പോന്ന്. അങ്ങനെ ഞാൻ അമ്മമ്മയും കൂടിയിട്ട് തോട്ടിൽ വന്ന് അമ്മമ്മേനെ ഇറക്കിയിട്ടില്ല കേട്ടാ. അപ്പോൾ അതാ ഇങ്ങനെ നമ്മളെ ബാഗ് അല്ലേ, ബാഗ് അലക്കാനാണ്. വേണ്ട, ബാഗ് അലക്കാൻ വേണ്ടി വന്നതാണ്. അപ്പം അങ്ങനെ അലക്കിയിട്ടുണ്ട്. നമ്മൾ തോട്ടിന് അങ്ങനെ അലക്കലില്ല കേട്ടോ, എങ്കിലും അലക്കുള്ളൂ. അപ്പം ഇനി വീട്ടിലേക്ക് പോട്ടെ, മഴ വരുന്നുണ്ട്. ഹലോ, അപ്പം അങ്ങനെ അമ്മ ഡ്യൂട്ടിക്ക് പോയിട്ട് വന്ന് നമ്മൾ മാമാനത്ത് പോവാൻ നോക്കുകയാണ്. അപ്പം നല്ല മഴ പെയ്തല്ലേ. നല്ല മഴയാണ്, കുറേ ആയി മാമാനത്ത് പോകണമെന്ന് വിചാരിക്കുന്നത്. പിന്നെ ഓഫ് ആയതുകൊണ്ട് ഞാൻ പറഞ്ഞ ഇന്ന് തന്നെ പോവാൻ മോളെ. അപ്പോൾ നല്ലൊരു മഴ പെയ്ത്, അപ്പം കുറച്ചൊന്ന് മഴ തോർന്നിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമ്മൾ പോയിട്ട് വരാം. ഇത് നമ്മള് അമ്മക്ക് വേണ്ടിയിട്ട് കൊണ്ടുപോകുന്നതാണ് തേങ്ങ എടുത്താട്ടാ പോകുന്നത്. നമ്മൾ സഞ്ചിയിൽ 2-3 തേങ്ങ എടുത്തിട്ടുണ്ട്. മറി കൊത്താനല്ലേ, നമ്മളധികം എടുത്തിട്ടാ പോക്ക്. അപ്പൊ നമ്മള് പോവാൻ നോക്കാം. നല്ല മഴ വരുന്നുണ്ട്. ഒരു മഴ തോർന്ന്. അപ്പൊ നമ്മളെ സ്കൂട്ടിക്കാണ് കേട്ടാ പോകുന്നത്. പോയിട്ട് വരെ. നല്ല മഴ പെയ്തിട്ടാ ഇവിടെ കോട്ടെല്ലാം ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇനി വേഗം അങ്ങ് എത്തട്ടെ. അടിപൊളി മഴ പെയ്യുന്നുണ്ട്. നമ്മുടെ അമ്പലത്തിലെത്തിയിട്ടാ. നല്ല തിരക്കാണ്. വേഗം തന്നെ കേറട്ടെ, തൊഴട്ടെ വേഗം തന്നെ. അങ്ങനെ നമ്മുടെ ഫുഡ് കഴിക്കലാണ് കേട്ടോ. എന്നാൽ കറക്റ്റ് ടൈമേനും നട അടച്ചിട്ടൊന്നും ഉണ്ടായിട്ടില്ല അല്ലേ. മഴ കുറച്ച് കൊണ്ടുവന്നേ ഉള്ളൂ. പക്ഷെ എത്തി തൊഴുത് തേങ്ങയെല്ലാം ഉടച്ച് നമ്മുടെ പ്രസാദം കഴിക്കലാണ്. ഇവിടുത്തെ ഉള്ളി അച്ചാർ ഇഷ്ടമുള്ള ആരെങ്കിലും ഉണ്ടോ? വീട്ടിലെ രാമായണം കുറേ പേജെല്ലാം പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ രാമായണം വാങ്ങാൻ വേണ്ടിയിട്ടുണ്ട്. ഹലോ, അങ്ങനെ നമ്മൾ അമ്പലത്തിലെല്ലാം പോയിട്ട് വന്നേട്ടാ. പോയി വന്ന് ചേഞ്ച് ചെയ്തു ഡ്രസ്സെല്ലാം. നല്ല മഴയായിരുന്നു, നമ്മളെല്ലാം നനയും ചെയ്തിന്. ഫുൾ നനഞ്ഞിനായിരുന്നു. കോട്ടെല്ലിട്ട് ഹെൽമെറ്റെല്ലിട്ട് പോയി കേട്ടാ. അവിടെ ചെന്നപ്പോ നല്ല തിരക്കായിരുന്നു ക്ഷേത്രത്തില്. കാരണം എന്ന് വെച്ചാൽ ഇപ്പൊ കൊട്ടിയൂർ ഉത്സവല്ലേ, ഉത്സവം തുടങ്ങിയത് കൊണ്ട് അവിടെ വരുന്നവരെല്ലാം അമ്പലത്തിൽ വന്നിട്ട് ഭക്ഷണം കഴിക്കാനും തൂവാനും എല്ലാം വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ തൊഴുത് പിന്നെ തേങ്ങ ഉടച്ച് അതിന് ശേഷം ഭക്ഷണം കഴിച്ച് ഞങ്ങൾ വേഗം തിരിച്ചു വന്നു. നമുക്ക് ഇവിടുന്ന് അത്രയേ ഉള്ളൂ, ഒരു 1/4 മണിക്കൂറേ ഉണ്ട് ഇവിടുന്ന്. കുറച്ച് ദൂരേ ഉള്ളൂ കേട്ടാ, 1/4 മണിക്കൂറല്ല, ഒരു 20 മിനിറ്റ് അത്രയേ ഉള്ളൂ. കുഴപ്പമില്ല, വേഗം എത്തും കേട്ടോ. അപ്പം അങ്ങനെ തിരിച്ച് നമ്മളെല്ലാ വീട്ടിലെത്തി. അമ്മമ്മ വന്നിട്ടില്ലായിരുന്നു കേട്ടോ, കാരണം നമ്മൾ സ്കൂട്ടിക്ക് പോകുന്നതുകൊണ്ട്. പിന്നെ അമ്മമ്മ വരുന്നില്ല എന്ന് പറഞ്ഞു, മഴയെല്ലാം ആയതുകൊണ്ട്. വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഓട്ടോ പിടിച്ചിട്ട് പോവായിരുന്നു.
പിന്നെ രണ്ടാളും കോട്ടലിട്ടിട്ട് പോയി തിരിച്ചു വന്നേ. അപ്പൊ നിങ്ങളുടെ അടുത്തെല്ലാം എല്ലാവരുടെ അടുത്തും നല്ല മഴ ഉണ്ടാവുന്ന വിചാരിക്കും. ഇന്നോട്ട് നല്ല മഴ തുടങ്ങി മഴ. പിന്നെ അമ്പലത്തിൽ പോകുന്ന ചെറിയൊരു ഷോർട്സ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു ഷോർട്സ് സോങ്ങെല്ലാം വെച്ചിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. കാണാത്തവരാണെങ്കിൽ ഒന്ന് പോയി കാണണേ. അങ്ങനെ ഇനി നമ്മളെ ചായേൻ്റെ പരിപാടിയിലേക്കാണ് വൈകുന്നേരത്തെ. അപ്പോൾ ചായേൻ്റെ കടി എന്തെങ്കിലും ആക്കട്ടെ. നിങ്ങൾക്കെല്ലാം ഉണ്ടാവല്ലേ വീട്ടിലിരിക്കുമ്പോൾ എന്തെങ്കിലും ചായേൻ്റെ കടിയിൽ ആക്കൽ. അപ്പോൾ നമുക്കത് നിർബന്ധമാണ് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ആക്കട്ടെ. അപ്പോൾ അതിലേക്ക് കിടക്കാം. അപ്പോൾ ഒരു കാര്യം പറയാൻ മറന്നു കേട്ടാ, എന്ന് വെച്ചാൽ മാമാനത്തെ ചോറട്ടിപൊളിയല്ലേ. ആ ഉള്ളി പിന്നെ അച്ചാർ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇഷ്ടമുള്ളവരാരെല്ലാം കമൻ്റ് ഇടണേ. മാമാനത്തെ ഭക്ഷണം പ്രത്യേക ഒരു ടേസ്റ്റാണ്. നമുക്ക് രസവും പരിപ്പ് കറി ഉള്ളിയച്ചാർ ഉണ്ടായിരുന്നു. എന്തൊരു രസമാണെന്ന് അറിയാം. ആ ഉള്ളിയച്ചാറെല്ലാം പതെല്ലാം കൂട്ടി നമ്മൾ ചോറെല്ലാം ഉണ്ട്. ഇപ്പോൾ വൈകുന്നേരമായി, ഞാൻ ചായ കുടിക്കാൻ നോക്കട്ടെ. നമ്മളങ്ങനെ ഈവനിങ് ചായൻ്റെ കടി അടയാണ് കേട്ടോ ആക്കുന്നത്. അപ്പം അമ്മ അതിനുള്ള തയ്യാറെടുപ്പാണ്. ഇത് അരി അങ്ങനെ സെറ്റാക്കി വെച്ചല്ലേ. അങ്ങനെ നമ്മളെ ഇന്നത്തെ ചായൻ്റെ കടി ഗോതമ്പിൻ്റെ അടയാണ് കേട്ടോ, അതും കട്ടൻ ചായ. അപ്പം അമ്മമ്മ ഇവിടെ ഇരുന്നിട്ടുണ്ട്. അമ്മ പ്ലേറ്റ് എടുക്കട്ടെ. നമ്മളിതാ ചായ കുടിക്കുവായിരുന്നു കേട്ടോ അമ്മമ്മി. അടയല്ലേ? കട്ടൻ ചായ. അമ്മമ്മക്ക് കട്ടൻ ചായ കുടിക്കുവല്ലേ? പാലോട്ട് ചായ കുടിക്കൂല, കട്ടൻ ചായയിലേ കുടിക്കൂളൂ. അപ്പൊ നമ്മളങ്ങനെ കട്ടൻ ചായ കുടിക്കട്ടെ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഒരു ഡേ ഇൻ മൈ ലൈഫാണ്, ഫുള്ളില്ല എന്നാലും വൈകുന്നേരമായി. അപ്പോൾ നമ്മളെ വീഡിയോ ആദ്യമായിട്ടാണ് വരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.